ആദ്യം പോകുന്നത് ഡൽഹിയിലേക്കാണ്. ആർ അച്യുതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ, ഇതിപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം, ഇപ്പോൾ ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ കൂടി പോകുന്നു. അതിനെതിരായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമുണ്ട്. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം അത് സമുദ്ര മേഖലയെ കൂടി ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് നിരവധി കപ്പലുകൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ ലഭിക്കുന്ന ഒരു വിവരപ്രകാരം ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഗൾഫ് മേഖലകളിലായി നിരവധി ഇന്ത്യക്കാർ, അതായത് ഏതാണ്ട് 23,000-ഓളം ഇന്ത്യൻ നാവികർ കുടുങ്ങിക്കിടക്കുന്നതായാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ 36 കപ്പലുകൾ പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നു. 36 കപ്പലുകളിലായി ഏതാണ്ട് 1074 ഇന്ത്യക്കാർ ഉള്ളതായാണ് ലഭിക്കുന്ന വിവരം. 12 കപ്പലുകൾ, ഈ 36 കപ്പലുകളിൽ 12 കപ്പലുകൾ ഒമാൻ കടലിടുക്കിലും 24 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലുമായാണ് കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇത് സംബന്ധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ നാവികരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. സംഘർഷ സാധ്യതയുള്ള സമുദ്ര മേഖലകൾ, അവിടെ സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ളത് നിരീക്ഷിച്ചു വരികയാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു എണ്ണ ടാങ്കർ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതായത് സ്കൈലൈറ്റ് എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതും അതിൽ ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലിപ്പോൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ 36 കപ്പലുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. സ്മിത, ശരി. ആർ അച്യുതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.